ഈ വിശുദ്ധ ആരാധനയിൽ വന്നുചേർന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ ദൈവം നമ്മെ സൂക്ഷിച്ച വിധങ്ങൾ നന്ദിയോടെ ഓർക്കാൻ, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അനുഗ്രഹങ്ങളും സൗഖ്യവും വിടുതലുകളും എല്ലാം ഹൃദയംഗമായി സ്മരിച്ച് ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന കൊടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. വിവിധ വീടുകളിൽ നിന്നും വിവിധ സാഹചര്യങ്ങളിൽ നിന്നും വന്നുചേർന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം തന്റെ കൃപയിൽ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഇന്നത്തെ ആരാധന എല്ലാവർക്കും അനുഗ്രഹകരമാക്കി ദൈവം നൽകട്ടെ. ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ട സ്വർഗീയ കൃപകൾ അനുഭവിച്ചറിയുവാൻ, ദൈവശബ്ദം കേൾപ്പാൻ, വിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ, കർത്താവിൻ്റെ തിരുമേശയുടെ സമയത്ത് പീഡാനുഭവങ്ങളാൽ തികഞ്ഞവനായി തീർന്ന യേശുവിനെ ഹൃദയംഗമായി കണ്ട് നമ്മുടെ അന്തരംഗങ്ങളിൽ നമ്മുടെ അകം കണ്ടുകൊണ്ട് യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ കൂട്ടായ്മകളും അനുഗ്രഹകരമായി നടത്തപ്പെടുവാനും ദൈവമക്കളിൽ പലർക്കും വന്ന് സംബന്ധിപ്പാനും ദൈവാനുഗ്രഹം പ്രാപിപ്പാനും ദൈവസാന്നിധ്യം അനുഭവിപ്പാനും ദൈവം സഹായിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ആരാധനയിൽ കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. തുടർന്ന് പ്രാർത്ഥനയിൽ ദൈവമക്കൾ ഓർക്കുക. പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകിയ ഈ സങ്കീർത്തനത്തിൽ നിന്ന് നമ്മോട് സംസാരിപ്പാനായി ദൈവമക്കൾ പ്രാർത്ഥിക്കുക. അതിൻ്റെ 10ാമത്തെ വാക്യമാണ്. 9ാം സങ്കീർത്തനത്തിൻ്റെ 10ാമത്തെ വാക്യമാണ്. എൻ്റെ മനസ്സിൽ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിന് പ്രകാശനം നൽകുക. നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്ങൾ ആശ്രയിക്കും. യഹോവയെ നിന്നെ അന്വേഷിക്കുന്നവരെ ഉപേക്ഷിക്കുന്നത്. ദൈവത്തെക്കുറിച്ച് യഥാർത്ഥമായിട്ട് അറിയുക, നന്നായിട്ട് അറിയുക, ദൈവത്തിൻ്റെ നാമത്തെ അറിയുക. 3 വാക്കുകളാണ് ആ വാക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചത്. അറിയുക, ആശ്രയിക്കുക, അന്വേഷിക്കുക. ആരുമായി ബന്ധപ്പെട്ടായി 3 വാക്ക് നമ്മുടെ ദൈവവുമായി ബന്ധപ്പെട്ടാണ്. ദൈവത്തെ അറിയുക, യഥാർത്ഥമായി നന്നായിട്ട്, അങ്ങനെയാണ് അതിൻ്റെ പുതിയ പരിഭാഷയെ കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥമായിട്ട് അറിയുക. യഥാർത്ഥമായി നന്നായിട്ട് അറിയുമ്പോഴാണ് നമ്മുടെ ദൈവാശ്രയ മനോഭാവം ഒന്നുകൂടെ വർദ്ധിക്കുന്നത്. മാത്രമല്ല, ഒരു അന്വേഷണ മനോഭാവം കൂടെ ഉണ്ടായിരിക്കണം നമ്മുടെ ദൈവത്തെക്കുറിച്ച്. അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. അപ്പൊ ദൈവാശ്രയം ദൃഢമായി തീരണമെങ്കിൽ, ദൈവാശ്രയ മനോഭാവം കളങ്കരഹിതമായി തീരണമെങ്കിൽ, അത് കുറ്റമറ്റതായി തീരണമെങ്കിൽ, അത് ഈടുറ്റതായി തീരണമെങ്കിൽ, ദൃഢതയുള്ളതായി തീരണമെങ്കിൽ, ഒറ്റ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതാണെന്ന് അറിയാമോ? ദൈവത്തെ നന്നായി അറിയുക. ദൈവത്തെ നന്നായി അറിയാതെ, യഥാർത്ഥമായി അറിയാതെ, ദൈവത്തിൻ്റെ നാമത്തെ അറിയാതെ ഒരിക്കലും ദൈവാശ്രയം ദൃഢതയുള്ളതായിട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല. ഇന്നത്തെ സങ്കീർത്തനത്തിൽ പരിശുദ്ധാത്മാവ് ഈ ആരാധനയിൽ നമുക്ക് നൽകി തരുന്ന പ്രാരംഭ സന്ദേശം ഇതാണ്. നമ്മുടെ ദൈവാശ്രയ മനോഭാവം ഒന്നുകൂടെ ഉറപ്പുള്ളതാക്കി തീർക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ദൈവത്തെ കൂടുതൽ അടുത്തറിയാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോലും പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു സാഹചര്യമാണ്, അല്ലേ? പലപ്പോഴും വിശുദ്ധ ബൈബിളിൽ എത്രമാത്രം പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, എത്രമാത്രം സന്ദേശങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാൽ കേൾവിയുടെ കുറവ് കൊണ്ടല്ല, ദൈവം നമ്മെ അറിയിക്കാത്തത് കൊണ്ടുമല്ല, വേണ്ടതുപോലെ വ്യക്തിപരമായി നമ്മളത് അറിയാത്തത് കൊണ്ടാണ്. എന്നാൽ ഓരോ ദൈവമക്കളും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്: കൂടുതൽ കേൾക്കുന്നത് നല്ലത്, കൂടുതൽ അറിയുന്നത് നല്ലത്. എന്നാൽ നമ്മുടെ ദൈവാശ്രയം നഷ്ടപ്പെട്ടു പോകാതെ അത് ദൃഢതയുള്ളതാക്കി തീർക്കുവാൻ ആവശ്യമായിരിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള നല്ല ചിന്തകൾ കൊണ്ട് എൻ്റെ മനസ്സിനെ നിറയ്ക്കണമെന്ന് എപ്പോഴും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിപ്പാനായിട്ട് കഴിയണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തെ യഥാർത്ഥമായിട്ട് അറിയുക,
നമ്മൾ സ്ഥലം കൈകാര്യം ചെയ്യുന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് നിന്റെ നാമത്തെ അറിയുക. ദൈവത്തിന്റെ പേര്, ദൈവത്തിന്റെ നാമം. ദൈവം അറിയപ്പെടുന്നത് ദൈവത്തിന്റെ പേരിലാണ്. നാം അറിയപ്പെടുന്നത് നമ്മുടെ പേരിലാണ്, അല്ലേ? നമ്മുടെ വീടിനൊരു പേരുണ്ട്. നാം ചെയ്യുന്ന ജോലിക്ക് ഒരു പേരുണ്ട്. എന്താ ജോലി? പേരില്ലാത്തൊരു ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ എന്നോട് ഒരു അപരിചിതൻ ചോദിക്കുകയാണ്. ഞാൻ പറയും ഞാനൊരു പെന്തിക്കോസ് പാസ്റ്ററാണെന്ന് പറയും. ശരി. എന്നാൽ പെന്തിക്കോസ് സമൂഹവുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ ഞാൻ അത്രയും കനത്തിലൊന്നും പറയാനില്ല. നമ്മുടെ കുമ്പപ്പള്ളി സഭയിലെ ഒരു ശുശ്രൂഷകനാണെന്ന് പറയും. പെന്തിക്കോസ് സമൂഹവുമായി ബന്ധപ്പെട്ട് ഞാൻ പാസ്റ്റർ എന്നുള്ള ഒരു ഗമ്യ പറയത്തില്ല, ശുശ്രൂഷകൻ എന്ന് പറയും. എവിടെയാ താമസിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പെന്തിക്കോസ് സമൂഹത്തിന് ഈ പാഴ്സനേജ് എന്ന് പറഞ്ഞ വാക്കറിയാമോ? പെന്തിക്കോസ് സമൂഹത്തിൽ നിന്ന് പുറത്തുള്ളവരോട് ചോദിച്ചാൽ പറയും ചർച്ച് ക്വാർട്ടേഴ്സിലാണ് താമസിക്കണമെന്ന് പറയും. അപ്പൊ ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം, ഗവൺമെന്റ് ക്വാർട്ടേഴ്സ്, മറ്റു പല താൽക്കാലികമായ പാർക്കാനുള്ള ഇടങ്ങൾ. അപ്പൊ പാഴ്സനേജ് എന്ന് പറഞ്ഞാൽ കത്തോലിക്കിന് പാഴ്സനേജ് അറിയാം, ഹൈന്ദവന് പാഴ്സനേജ് അറിയാമോ, മുസൽമാന് പാഴ്സനേജ് അറിയാമോ? അപ്പൊ താമസിക്കുന്ന ഇടമായാലും നമ്മുടെ ജോലിയായാലും നമ്മുടെ വീടായാലും എല്ലാം ഓരോ പേരുകളിലാണ് അറിയപ്പെടുന്നത്, അല്ലേ? നമ്മൾ എവിടത്തുകാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥലപ്പേരുണ്ട്. എവിടത്തുകാരാന്ന് ചോദിച്ചാൽ എന്താ പറയാ? അങ്ങനെയൊക്കെ വരുന്നു, അങ്ങനെയൊക്കെ പോകുന്നു. അല്ല, കഴിച്ച ഭക്ഷണം എന്താ? അത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഏതാണ്ടൊക്കെ കഴിച്ചു. അല്ല, എല്ലാം അറിയപ്പെടുന്നതിന്റെ പിന്നിൽ ഒരു പേരുണ്ട്, അല്ലേ? എല്ലാത്തിനും ഒരു പേരുണ്ട്. എന്റെ ശബ്ദം നിങ്ങളിലേക്ക് വരുന്ന എങ്ങനെയാണ്? ഈ മൈക്കിലൂടെയാണ് വരുന്നത്. ഇരിക്കുന്ന സാധനത്തിന് പേരില്ലാതിരിക്കുന്നില്ല, എല്ലാത്തിനും പേരുണ്ട്. ഇതുപോലെ ദൈവത്തിന്റെ നാമങ്ങളിലൂടെയാണ് ദൈവത്തിന്റെ ശ്രേഷ്ഠത നമുക്ക് അറിയാനിടയായിത്തീരുന്നത്. ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വ്യത്യസ്തമായ പേരുകളാണ്. പല പേരുകളിലൂടെ ദൈവത്തിന്റെ കഴിവും ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ സ്വാധീനതയും ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ തേജസ്സും എല്ലാം ദൈവം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ അതിലെ ചുരുക്കം ചിലത് മാത്രം മക്കളെ ഒന്നുകൂടി ഒന്ന് ഓർമ്മിക്കുക. അപ്പൊ അതിലൊരു പേരാണ് യഹോവ. യഹോവ, യാഹ്വേ. ഹീബ്രു ഭാഷയിലെ രണ്ട് പദങ്ങൾ ചേർന്നുണ്ടായതാണ് യാഹ്വേ, യഹോവ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ യാഹ്വേയാണ് മലയാള ഭാഷയിൽ യഹോവ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ യാഹ്വേ, യഹോവ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ അതിന്റെ തന്നെ ആശയം വിശുദ്ധ ബൈബിളിലുണ്ട്. ഞാനാകുന്നവൻ ഞാനാകുന്നു, മറ്റൊന്നിന്റെയും പിൻബലമില്ലാതെ സ്വയമായി നിൽക്കുന്ന ഒരു ദൈവം. ഈ ദൈവം ആരുടെ ദൈവമാണ്? നമ്മുടെ ദൈവമാണ്. മതങ്ങൾ വെളിപ്പെടുത്തുന്ന എല്ലാ ദൈവങ്ങളെയും മനുഷ്യൻ രൂപപ്പെടുത്തിയിരിക്കുന്ന ദൈവമാണ്. എന്നാൽ നാം സേവിക്കുന്ന ദൈവം മനുഷ്യനാൽ രൂപപ്പെട്ട ഒരു ദൈവമല്ല. ആരംഭമില്ലാത്ത ദൈവം, അവസാനമില്ലാത്ത ദൈവം, ഞാനാകുന്നവൻ ഞാനാകുന്ന അരുളി ചെയ്തിരിക്കുന്ന ഒരു ദൈവം, മറ്റൊന്നിന്റെ പിൻബലമില്ലാതെ സ്വയമായി നിലനിൽക്കുവാൻ കഴിവുള്ള ശ്രേഷ്ഠനായിരിക്കുന്ന ഒരു ദൈവം. ഈ ദൈവത്തെ നന്നായി അറിയുമ്പോൾ ആ ദൈവത്തോടുള്ള നമ്മുടെ ആശ്രയ മനോഭാവം ഒന്നുകൂടെ മധ്യമാനായിട്ടിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു പേര് കൊടുത്തിരിക്കുന്നത് എലോഹീം എന്നൊരു പേരാണ് കൊടുത്തിരിക്കുന്നത്. സർവശക്തനായിരിക്കുന്ന ദൈവം. എലോഹീം, സർവശക്തിയുള്ള ദൈവം. ശക്തനല്ല, സർവശക്തനാണ്. ആ സർവശക്തിക്ക് മുകളിൽ മറ്റൊരു ശക്തി കാണാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് ചോദിക്കുന്നത്, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? പല കാര്യത്തിലും നാം ശക്തി കുറഞ്ഞവരാണ്. പക്ഷെ ദൈവത്തിന്റെ നാമമാകുന്ന എലോഹീം നമ്മുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ച് നൽകുമ്പോൾ നമ്മുടെ നിരാശകൾ മാറിയിട്ട് നമുക്ക് ആത്മശക്തിയിൽ പറയാനായിട്ട് കഴിയും, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. അപ്പൊ യഹോവ എന്ന പേര്, എലോഹീം എന്നൊരു പേര് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ നാമത്തിന്റെ മറ്റൊന്നാണ് അഡോണായി.
അഡോണായി. അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ യജമാനൻ, കർത്താവ്, ഇങ്ങനെയുള്ള ആശയങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിയന്ത്രിക്കുന്നയാള്, നിയന്ത്രിതാവ്. കൂട്ടത്തിലായിട്ടും യജമാനൻ എന്നുള്ളൊരു വാക്കാണ് കാണാൻ കഴിയുന്നത്. സകലത്തെയും നിയന്ത്രിക്കുന്നവരാണ്. അതാണ് റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നവനാണ് നാം. ആരോ ഒരാൾ പറഞ്ഞു തന്നത് കൊണ്ടല്ല, പറഞ്ഞു തരുവാനായിട്ടൊരു സഹായം ഒരുപക്ഷെ വന്നിരിക്കാം. അല്ല, സ്വയമായിട്ട് തിരിച്ചറിഞ്ഞ് രക്ഷയുടെ വാചകങ്ങൾ ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ടവരുമുണ്ട്. പക്ഷെ അവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്: രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ ഏറ്റുപറഞ്ഞ അഡോണായി എന്നുള്ള നാമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള യജമാനെയും കർത്താവിനെയും ജീവിതത്തിൽ ആത്മാവിൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയണം. ഈ അഡോണായിയായ ദൈവം, ഈ യജമാനായിരിക്കുന്ന ദൈവം, ഈ കർത്താവായിരിക്കുന്ന ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാനായിട്ട് കഴിവുള്ളവനാണ്. എന്റെ ജീവിതത്തിന്റെ നിയന്ത്രിതാവാണ്, എന്റെ കുടുംബത്തിന്റെ നിയന്ത്രിതാവാണ്, എന്റെ തലമുറയുടെ നിയന്ത്രിതാവാണ്, എന്റെ ജോലിയുടെ നിയന്ത്രിതാവാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ടോ അതിന്റെ എല്ലാ നിയന്ത്രിതാവ് ഈ അഡോണായിയായ ദൈവമാണ്. ദൈവം നന്നായി നിയന്ത്രിച്ച് ലക്ഷ്യത്തിൽ എത്തിക്കുമെന്ന് ആത്മാവിൽ വിശ്വസിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തണം. മറ്റൊരു പേരെങ്ങനെയാണെന്ന് അറിയാമോ? എൽഷദായിയായ ദൈവം. എൽഷദായിയായ ദൈവം. എൽഷദായി മിനിസ്ട്രീസ് എന്ന് പറഞ്ഞാൽ പല മിനിസ്ട്രികൾ കാണാൻ കഴിയുന്നുണ്ട്. സ്വതന്ത്ര സഭകളിൽ ചിലത് പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അവിടെ കൊടുത്തിരിക്കുന്ന ഒരാശയം ഇതാണ്: മറ്റൊന്നിനും കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത, മറ്റൊന്നിനും മുകളിൽ കയറാൻ കഴിയാത്ത രീതിയിൽ എല്ലാറ്റിന്റെയും മുകളിൽ സർവശക്തിയോടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു വാക്കാണ് യഹോവ റാഫ. യഹോവ സൗഖ്യമാക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥ ആശയം ഇങ്ങനെയാണ്: യഹോവ റാഫ എന്ന് പറയുമ്പോൾ മലയാള വിവർത്തനത്തിൽ വരുമ്പോൾ കർത്താവ് സൗഖ്യം തരുമെന്നാണ് പറയുന്നത്. എത്ര പേർക്ക് അത് വിശ്വസിക്കാനായിട്ട് കഴിയും? സൗഖ്യമാകുന്ന കർത്താവായിട്ട് മറ്റൊരു സ്ഥലത്തിരിക്കുകയല്ല. റഫ, യഹോവ റാഫ എന്ന് പറയുമ്പോൾ കർത്താവ് സൗഖ്യം തരുമെന്നാണ് പറയുന്നത്. ആർക്ക് തരും? അത് വിശ്വസിക്കുന്നവർക്ക് ആ സൗഖ്യം തരും. ആത്മാവിൽ കാണുന്നവർക്ക് ആ സൗഖ്യം അനുഭവിച്ചറിയായി തീരും. ദൈവത്തിന് സ്തോത്രം. അത് കണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിപ്പാനായിട്ട് കഴിയണം. എന്റെ കർത്താവ് എനിക്ക് റാഫയായ കർത്താവാണ്. ഓരോ ദൈവമക്കളും അവരുടെ രോഗങ്ങളോടുള്ള ബന്ധത്തിലും ശാരീരിക മാനസിക പ്രതിസന്ധികളോടുള്ള ബന്ധത്തിലും ആ വചനത്തിന്റെ വ്യാപാര ശക്തിക്ക് വിധേയപ്പെട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ ആത്മശക്തിയോടെ സമർപ്പിച്ച് പ്രാർത്ഥിപ്പാനും ആ വചനത്തിലൊന്ന് ധൈര്യപ്പെടുവാനുമായിട്ട് കഴിയണം. യഹോവ റാഫ എനിക്ക് തന്നിരിക്കും ദൈവ സൗഖ്യം. എപ്പോൾ? ദൈവത്തിന്റെ സമയത്ത്. പക്ഷെ സമയം വരെ നമ്മൾ കാത്തിരിക്കണം. ദൈവത്തിനൊരു സമയമുണ്ട്. ആ കിട്ടുവാനായിട്ട് നമ്മൾ കാത്തിരിക്കുക. മറ്റൊരു കാര്യം യുവാക്കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുക. യഹോവ ഷാലോ. യഹോവ ഷാലിം 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 എന്നൊക്കെ വായിക്കുമെങ്കിലും ഷാലോ, ദൈവം നമ്മുടെ സമാധാനം. നമ്മുടെ സമാധാനം ആരാണ്? ദൈവമാണ്. നേറിപ്പോകുന്ന അനുഭവങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, അസ്വസ്ഥതപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ, സമാധാനത്തിന്റെ ഒരു സാഹചര്യവും ഇല്ലാതെ വരുമ്പോഴും നമുക്ക് പറയാനായിട്ട് കഴിയണം: എന്റെ ദൈവമാണ് എന്റെ സമാധാനം. സ്തോത്രം, 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 സ്തോത്രം. വേഗത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ, വേഗത്തിൽ ഒന്ന് വചനത്തിലേക്ക് തിരിഞ്ഞു വരുവാൻ തയ്യാറാകുമ്പോൾ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവിനെ അല്പസമയം നമ്മുടെ ബന്ധപ്പാടുകളിൽ നിന്ന് വേറിട്ട് ഒന്ന് മാറിയിരുന്ന് ആത്മാവിലൊന്ന് ധ്യാനിപ്പാനായിട്ട് കഴിയുമ്പോൾ ഹൃദയമായ ദൈവശബ്ദം അവിടെ തിരിച്ചറിയുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. വേദനപ്പെടുന്ന ഏത് സാഹചര്യങ്ങൾ വരുമ്പോഴും ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിന് പറയുവാനായിട്ട് കഴിയുന്നുണ്ട്: എന്റെ നാമത്തെ അറിയുന്നവർ എങ്കിൽ ആശ്രയിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നെങ്കിൽ ഓർക്കുക, സമാധാനം തരുന്ന, സന്തോഷം തരുന്ന ആ ദൈവത്തിൽ, ആത്മാവിൽ നമുക്ക് ആശ്രയിക്കാനായിട്ട് കഴിയണം. ഈ എല്ലാ കാര്യങ്ങളും ചേർത്തുകൊണ്ടാണ്
ദൈവത്തിന്റെ വചനത്തിൽ അത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആ വാക്യം ഒന്നുകൂടി വായിച്ച് നിങ്ങൾ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. നിന്റെ നാമത്തെ അറിയുന്നവർ. അപ്പൊ ആശ്രയം ദൃഢമായി തീരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ വിധ അറിവുകൾ നമ്മുടെ ഉള്ളിലേക്ക് വരണം. അതുകൊണ്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാൻ, കർത്താവേ, അങ്ങയെക്കുറിച്ചുള്ള പുതിയ അറിവുകൾ കൊണ്ട് എന്റെ ഹൃദയം നിറയ്ക്കണമേ. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകി തരുന്ന പ്രാരംഭ സന്ദേശം അതാണ്. കഷ്ടതകൾ കൂടി വരുന്നു, വെല്ലുവിളികൾ കൂടി വരുന്നു, പ്രതിസന്ധികൾ കൂടി വരുന്നു. കർത്താവേ, ലോകം ഒരു വല്ലാത്ത നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. രോഗപ്രയാസങ്ങൾ കൂടി വരുന്നു. മനുഷ്യന്റെ സ്വഭാവങ്ങളിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, അന്ത്യകാല ലക്ഷണത്തിന്റെ എല്ലാ കാര്യങ്ങളും വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ മധ്യത്തിൽ എന്റെ പ്രതിസന്ധികളെ തരണം ചെയ്തെനിക്ക് മുന്നോട്ട് പോകുവാൻ അങ്ങയെക്കുറിച്ചുള്ള പുതിയ വെളിപ്പാട് കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പുതിയ ദർശനം കൊണ്ട് എന്നെ നിറയ്ക്കുമാറാകണമേ. ഇതുവരെ ഞാൻ അറിഞ്ഞതിനേക്കാൾ കൂടുതലായ ആത്മീയ അറിവിലേക്ക് എന്നെ എത്തിക്കുമാറാകണമേ കർത്താവേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. പലരും ദൈവാശ്രയത്തിൽ നിന്ന് വിട്ടുപോകുന്നത്, മാറിപ്പോകുന്നതിന് കാരണം എന്താണെന്ന് ഈ വചനമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അറിവുകേട് കൊണ്ടാണ്. പ്രാർത്ഥനയിൽ വളരണമെങ്കിൽ ആത്മീയ അറിവുണ്ടായിരിക്കണം. ആരാധനയിൽ വർദ്ധിച്ചു വരണമെങ്കിൽ ആത്മീയ അറിവുണ്ടായിരിക്കണം. ക്രിസ്തീയ ജീവിതത്തിൽ ദൃഢതയോടെ മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ ആത്മീയ അറിവുണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കൂടുതൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. വചനത്തിന്റെ മുൻപാകെ പുതിയ ദർശനങ്ങൾക്കും വെളിപ്പാടുകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് അതിശക്തമായി നമ്മെ സഹായിക്കാനായിട്ട് കഴിവുള്ളവനാണ്. ആ 3-ാമത്തെ വാചകം കൂടെ നിങ്ങളൊന്ന് ഓർത്തേ. യഹോവേ, നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നുണ്ടല്ലോ. അറിവിനു വേണ്ടി അന്വേഷിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അവിടെ കാണാൻ കഴിയുന്നത്. അറിവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അന്വേഷിക്കണം. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു നോക്കുവീൻ, നിങ്ങൾ കണ്ടെത്തും. അന്വേഷണ മനോഭാവം വരുമ്പോഴാണ് അതിനെല്ലാം ഒരു പരിഹാരം കാണാൻ കഴിയുന്നത്. മനസ്സിലായോ? അപ്പൊ അറിയുക, ആശ്രയിക്കുക. ആ അറിവിന്റെ തലങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള പുതിയ അന്വേഷണമാണ്. ഏതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അന്വേഷിക്കുന്നത്? വിശുദ്ധ ബൈബിൾ അടിസ്ഥാനത്തിലാണ്. നിശ്ചയമായ ദൈവം നമുക്കത് കണ്ടെത്തി തരും. പരിശുദ്ധാത്മാവിന് വേണ്ടി എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ എന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കീർത്തന പ്രബോധനം അവസാനിപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.